ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഉത്തരപർവ്വത മേഖല. ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മത്സര പരീക്ഷകളിൽ സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ഞങ്ങൾ ചെയ്യുന്ന ക്ലാസിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് വേണം എന്ന് ഉണ്ട് എങ്കിൽ ഓക്കെ, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് വരൂ, നിങ്ങൾക്ക് PDF ആയിട്ട് ക്ലാസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ആയിട്ട് ഇത് മൂന്നായിട്ടാണ് തിരിഞ്ഞു കിടക്കുന്നത്. ഓക്കെ, ഹിമാലയം, ഇതാ ഈ ഭാഗമാണ് ഹിമാലയം. ഓക്കെ, ഇതാ ഹിമാലയം. ഓക്കെ, ഹിമാലയത്തിന്റെ നോർത്ത് ഭാഗത്തായിട്ട് ട്രാൻസ് ഹിമാലയ. ഓക്കെ, ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ആയിട്ട് 4 റേഞ്ചസ് ആണ്. ഓക്കെ, അത് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാഷ് റേഞ്ച്, സസ്കർ റേഞ്ച്, കാരക്കോറം, ലഡാക്ക്. ഒരു ചെറിയ കോഡിലൂടെ നമുക്ക് ടപ്പേന്ന് പഠിക്കാം. അത് കോഡ് രൂപേണ ഇങ്ങനെ ആലോചിച്ചോളൂ. കൈലാഷിന് തസ്കറിനൊപ്പം കുറിക്കാൻ കാരസേവും ലഡുവും വേണം. ഈ തസ്കർ എന്താണെന്ന് അറിയോ? ചോട്ടാ മുംബൈയില് രാജൻ ബി ദേവ് ചേട്ടൻ ലാലേട്ടനെ കാണുമ്പോഴത്തേക്കും ലാലേട്ടൻ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു ക്ലൂ തരാമോ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ കൊല്ലോ. അപ്പോ തസ്കർ, അതെ, മദ്യമാണ് എന്ന് കൂട്ടിക്കോളൂ. അത് തന്നെയാണ്. അപ്പൊ കൈലാഷിന് തസ്കറിനൊപ്പം എന്തെങ്കിലും കുറിക്കാനായിട്ട് കാരസേവും ലഡു, പിന്നെ ഒരു മധുരവും കൂടെ കഴിക്കും പുള്ളി അടിക്കുമ്പോ. അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോ കൈലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസം. ഓക്കെ, സസ്കർ റേഞ്ച്. ഓക്കെ, കുറിക്കാൻ കാരസേവ്. തിരിച്ചിട്ടോളൂ, കോറി കാരക്കോറം, പിന്നെ ലഡു ലഡാക്ക്. അപ്പോ നമ്മൾ ട്രാൻസ് ഹിമാലയയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള 4 റേഞ്ചസ് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂർവാചലിലേക്ക് വരാം. അടുത്ത് ഹിമാലയത്തിന്റെ കിഴക്ക് ഭാഗത്ത് സൗത്തിലായിട്ട് കാണപ്പെടുന്നതാണ് പൂർവാചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവം എന്നാൽ കിഴക്കാണ്. ഓക്കെ, പൂർവ്വഘട്ടം എന്ന് കേട്ടിട്ടില്ലേ? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്നത് പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഘട്ട്. പശ്ചിമം എന്നാൽ പടിഞ്ഞാറ്. ഓക്കെ, പൂർവ്വഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഒഡീസയിൽ തുടങ്ങി തമിഴ്നാട് വരെ വിട്ട് കിഴക്കിലൂടെ കടന്നു പോകുന്നതാണ് പൂർവ്വഘട്ടം. ഓക്കെ, പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും ചേരുന്ന സ്ഥലം നീലഗിരി ഹിൽസ് അല്ലേ? അത് പൂർവ്വഘട്ടം. അപ്പൊ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും പൂർവ്വം ചേർത്ത് പൂർവാഞ്ചൽ. ഇപ്പൊ ഹിമാചൽ, പൂർവാഞ്ചൽ, അങ്ങനെയൊക്കെയാ പറയുന്നത്. അത് പൂർവാഞ്ചൽ. അത് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ഇങ്ങോട്ട് നോക്കി. ഓക്കെ, ഇനി നമുക്ക് പൂർവാചലിലേക്ക് വരാം. പൂർവാചലിൽ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. മീസോ ഹിൽസ്, ബറേലി ഹിൽസ്, നാഗാ ഹിൽസ്, പട്കായ് ഹിൽസ്. കോർഡിനായിട്ട് ഇങ്ങനെ പഠിച്ചോളൂ. പൂർവാചലിലെ മീസയുള്ള റാം ബാറിലിരുന്ന് നാഗത്തെയും പട്ടിയെയും കഴിച്ചു എന്ന് പഠിച്ചോളൂ. അപ്പോ എന്താണ്? പൂർവാചലിലെ മീസയുള്ള റാമാണ്. ഇപ്പൊ പൂർവാചൽ മീസയുള്ള റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസോറാമിലുള്ള ഹിൽസ് മീസോ ഹിൽസ്. ഓക്കെ, ബാറിലിരുന്ന് ബറാലി ഹിൽസ്. ഓക്കെ, നാഗത്തെയും പട്ടിയെയും കഴിച്ചു എന്നാണ്. നാഗാലാൻഡ് പട്കായ് ഹിൽസ്. കഴിക്കുമ്പോഴത്തേക്കും മണി കൊടുക്കേണ്ടി വരുമല്ലോ, അതാ മണിപ്പൂർ ഹിൽസ് എന്നും കൂടെ പഠിച്ചോളൂ. ഈ നാഗാ ഹിൽസ് എല്ലാം അവിടെയുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയായിരിക്കും മണിപ്പൂരിൽ നടന്ന വിഷയമായിട്ട് കുക്കി, നാഗ, മൈറ്റി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതാ. അപ്പോ നാഗാ ഹിൽസ് മണിപ്പൂരിലും നാഗാലാൻഡിലുമായിട്ട് കിടക്കുകയാണെന്നുള്ളത് ഓർത്തിരുന്നോളൂ. അപ്പോ പൂർവാഞ്ചലിലും ട്രാൻസ് ഹിമാലയയിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് ഇത്രയുമാണ്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഹിമാലയ ആണ്. അപ്പോ നമുക്ക് ഹിമാലയത്തിലേക്ക് കടക്കാം. ഹിമാലയ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ഭാഗമാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ളത് ഈ ട്രാൻസ് ഹിമാലയയും പൂർവാചലയും എല്ലാം ഹിമാലയത്തിന്റെ ഭാഗമാണ്. മെയിൻ ഹിമാലയ ഇത്രയും ഭാഗമാണ്. ഇതിനെ ഒരു ജീവിയായിട്ട് ഓർത്തോളൂ. ഇവിടെ ഹിമാലയ, ഈ 3 വര കണ്ടോ? അതാണ് ഹിമാലയ. ഇതുവരെ ഉണ്ട്. അതിന്റെ തലഭാഗമാണ് ഇവിടെ. ഒരു ജീവിയാണെങ്കിൽ ഇവിടെ തലഭാഗം ഇവിടെയാണ്. ഓക്കെ, ഇവിടുന്ന് ട്രാൻസ് ഹിമാലയ വിട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ട്. കൈലാഷ് റേഞ്ച് ഇവിടെ വരും. ഓക്കെ, മാനസരോവർ ഒക്കെ ഇവിടെയാണ്. തലഭാഗം ഇവിടെ. വാലിവിടെയാ. ഓക്കെ, പൂർവാചല്. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ടുള്ള തലഭാഗവും വാലും നോക്കി. ഇനി മെയിൻ ആയിട്ടുള്ള ദേഹം ഇത്രയുണ്ട്. അതാണ്
ഹിമാലയ എന്ന് ഓർത്തോളൂ. ഓക്കെ, ഓക്കെ. ഹിമാലയ പർവ്വതം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഓക്കെ ചരിത്രകാര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡോ ഓസ്ട്രേലിയ പ്ലേറ്റ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇതാണ് മുന്നേ ഇൻഡോ ഓസ്ട്രേലിയ പ്ലേറ്റ്. ഓക്കെ, ഇത് യൂറേഷ്യ പ്ലേറ്റ്. ഓക്കെ, ഇത് തമ്മിൽ കൂട്ടിമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ അടുത്തുള്ള ഒരു ദ്വീപ് പോലെയുള്ള ഭാഗമായിരുന്നു ഇന്ത്യ. ഓക്കെ, ഇതിനിടയ്ക്കുള്ള ഇതിനിടയ്ക്കുള്ള സമുദ്രം തെതീസ് ആണ്. ഓക്കെ, ഈ സമുദ്രത്തിലൂടെ ഭൂമിയുടെ ഉള്ളിലുള്ള ക്രസ്റ്റില് ഉള്ള ചലനം മൂലം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സമുദ്ര ജലപ്രവാഹങ്ങൾ എന്ന ക്ലാസ് പഠിച്ചപ്പോഴത്തേക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെയുള്ള ചലനം മൂലം പതിയെ ഇന്ത്യ പോയി ഈ യൂറേഷ്യൻ ഭാഗത്തേക്ക് കൂട്ടിയിടിച്ചു. ഇട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് ഇന്ത്യ. ഇത് യൂറേഷ്യൻ പ്ലേറ്റിന്റെ ഇവിടെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. 70 മില്യൺ വർഷങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ ഭാഗം ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, 50 മില്യൺ വർഷങ്ങളായപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കായി. ഓക്കെ, പിന്നെയും നീങ്ങി ഈ ഭാഗം വന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടിയിടിച്ച സമയത്ത് ഇവിടെ ഫോം ആയതാണ് ഹിമാലയം. ഇങ്ങനെ ഫോമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫലകങ്ങൾ ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഫോഴ്സിൽ ഇങ്ങനെ ഫോമായി. ഓക്കെ, എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലകങ്ങളുടെ ഉള്ളില് നമ്മൾ പറഞ്ഞു, ഭൂമിയുടെ അകത്ത് ശിലകളെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഭൂമിയുടെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന്. ഓക്കെ, ആഗ്നേയ ശിലയായിട്ടുള്ള ഗ്രാനൈറ്റ്, ഓക്കെ, മാഗ്മ എല്ലാം തണുത്തുറഞ്ഞ് കിടക്കുകയല്ലേ. ഈ ഇട്ടിയുടെ ഫോഴ്സിൽ ഇതിങ്ങനെ പുറത്തേക്ക് വന്നു അവിടെയുള്ള അവസാദങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന് ഹിമാലയം എന്ന് അവസാദ ശിലയിൽ രൂപപ്പെട്ട പർവ്വതം ഉണ്ടായി എന്ന് പഠിച്ചോളൂ. അപ്പോൾ ഇടിയുടെ ഫോഴ്സിൽ ഇങ്ങനെ മുകളിലേക്ക് വന്നു. 2 ഫലകങ്ങളാണ് ഇടിച്ചപ്പോൾ മെയിനായിട്ട് ഇതെങ്ങനെ മടക്ക് പർവ്വതമായി എന്നാൽ ചുമ്മാ ഒരു കോഡിലൂടെ ഇങ്ങനെ ആലോചിച്ചോളൂ. നമ്മുടെ 2 കൈ വെച്ചിട്ട് ഒരു പേസ്റ്റിനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഞെരിക്കുമ്പോഴത്തേക്ക് പേസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് വരില്ലേ, മുകളിലോട്ട് വന്നിട്ട് മുകളിലോട്ട് ഇങ്ങനെ കുത്തനായിരിക്കില്ലല്ലോ, ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും മടങ്ങും. അങ്ങനെ മടങ്ങി ഉണ്ടായതാണ് ഈ 2 ഫലകങ്ങൾ ചേർന്ന് ഇടിച്ചപ്പോഴത്തേക്കും. ഓക്കെ, അതിനുള്ള ഗ്രാനൈറ്റും മാഗ്മയും എല്ലാം കൂടെ ചേർന്ന് മുകളിലേക്ക് വന്ന് ഈ 3 മടക്കായി എന്ന് ആലോചിച്ചോളൂ. അപ്പൊ ഇടിയുടെ ഫലത്തിൽ ആദ്യം മുകളിലോട്ട് വരുന്നത് കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും, പിന്നെ രണ്ടാമത് കുറച്ചും കൂടെ ഹൈറ്റ് കുറവായിരിക്കും, മൂന്നാമത് കുറച്ചും കൂടെ ഹൈറ്റ് കുറവായിരിക്കും. ഇതിലുണ്ട് എല്ലാം. അപ്പോ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ ഹിമാലയം. അടുത്തിടക്കാലത്താണ് ഈ ഇടി നടന്നിട്ടുള്ളത്, ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ ഏറ്റവും കൊച്ചു പയ്യനാണ് ഹിമാലയം. ഇടിച്ച ഇതില് അകത്തുനിന്ന് ഇങ്ങനെ മടങ്ങി 3 ലെയർ ആയിട്ടാണ് ഹിമാലയം വന്നത് എന്ന് ആലോചിച്ചോളൂ. ഓക്കെ, അതില് ഏറ്റവും ഉയരം കൂടിയത് ഇടിക്കുമ്പോൾ ഏറ്റവും ഉയരത്തിൽ വരുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാദ്രിയാണ്. ഹിമാഗ്രി എന്ന് പഠിച്ചോളൂ, ഗ്രേറ്റർ ഹിമാലയ. അതിന്റെ തൊട്ട് താഴെ രണ്ടാമതായി അടുത്ത് വന്ന മടക്ക് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ. ഹിമാദ്രിയുടെ താഴെ ഹിമാചൽ, ലെസർ ഹിമാലയ. ഓക്കെ, ഏറ്റവും താഴെയായിട്ട് വന്ന മടക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മടക്ക് പർവ്വതം ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ളത് ശിവാലിക്, ശിവന്റെ തിരുമുടി എന്നറിയപ്പെടുന്ന ശിവാലിക്. ഓക്കെ, ഹിമാദ്രിയാണ് ആദ്യം വന്നത്. ആദ്യം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഉള്ളിലുള്ളതെല്ലാം കാണുമല്ലോ. അപ്പോ വിടാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിമാലയത്തിന്റെ നിര എന്ന് പറയുന്നതും ഹൈറ്റ് കൂടിയ നിര എന്ന് പറയുന്നതും എല്ലാം ഹിമാദ്രിയാണ്. ഓക്കെ, ഹിമാചൽ വരുമ്പോഴത്തേക്കും പിന്നെയും ആ റേഞ്ച് വിട്ടായിരിക്കും. ഓക്കെ, ശിവാലിക്ക് വരുമ്പോഴത്തേക്കും തീരെ കട്ടി കുറഞ്ഞതാണ്. ഈ ഹിമാലയൻ ബാക്കിയുള്ള ഭാഗങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ കട്ടി കുറഞ്ഞത് സൗത്ത് ഭാഗത്തുള്ള ശിവാലിക്കാണ്. ഓക്കെ, കട്ടി കൂടിയത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വന്ന ഹിമാദ്രി, അവിടെയാണ് ഹൈറ്റ് കൂടിയത്. ഏറ്റവും സൗത്ത് ഭാഗത്തായിരിക്കും സ്വാഭാവികമായിട്ടും ഹൈറ്റ് കുറവ്. ഇങ്ങനെയും ഓർത്തോളൂ. ഓക്കെ, ഇനി ഹിമാലയം ഏതൊക്കെ കൺട്രിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. 5 രാജ്യങ്ങളിലൂടെയാണ് ഹിമാലയം കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെയും കൂടെ ഭാഗമാണ് ഹിമാലയം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൂടെ ആയിരിക്കും ഹിമാലയം കടന്നു പോകുന്നത്. ചെറിയൊരു കോഡിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം. പാക് CBI നേപ്പാൾ വഴി എവറസ്റ്റിലേക്ക് എന്ന് പഠിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ പാക് CBI നേപ്പാൾ വഴി ഹിമാലയത്തിലോട്ടൊന്നും പഠിച്ചോളൂ. ഓക്കെ അല്ലേ? പാക് CBI, പാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, CBI ചൈന, ഭൂട്ടാൻ, ഇന്ത്യ അയൽ രാജ്യങ്ങളാണ്. നേപ്പാൾ വഴിയാണ് പുള്ളി പോയത്, അപ്പോൾ നേപ്പാൾ.
ഇത്രയും രാജ്യങ്ങളിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ചോദിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 രാജ്യങ്ങൾ തന്നിട്ട് ഇതിൽ ഏത് രാജ്യത്തിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യാത്തതെന്ന് ചോദിക്കും. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ പഠിക്കൂ. പാക് CBI നേപ്പാൾ വഴി ഹിമാലയത്തിലേക്ക്. പാകിസ്ഥാൻ, CBI ചൈന, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ എല്ലാം അയൽ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഈ കോഡ് ജസ്റ്റ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഹിമാലയം കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 സ്റ്റേറ്റുകളിലൂടെയാണ് ഇന്ത്യയിൽ ഹിമാലയം കടന്നു പോകുന്നത്. 2 യൂണിയൻ ടെറിട്ടറിയിൽ കൂടെയും കടന്നു പോകും. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വയ്ക്കാം. അല്ലേ? ഇങ്ങനെ ഓർത്തോളൂ. ഹിമാചൽ മേഖലയിൽ ഉത്തര കണ്ടത് മീശക്കാരനായ ബംഗാളി അരുണും മീശക്കാരനും ബംഗാളിയായിട്ടുള്ള അരുണും സിക്കുകാരൻ സാമും ചേർന്ന് 3 നാഗങ്ങളുള്ള ലാൻഡ് മണി കൊടുത്ത് വാങ്ങുന്നതാണ്. സിക്കുകാരനായിട്ടുള്ള സാമും ചേർന്ന് നാഗങ്ങളുള്ള ലാൻഡാണ്. എത്ര നാഗം എന്ന് പറഞ്ഞാൽ 3 നാഗം, 3 നാഗങ്ങളുള്ള ലാൻഡ് മണി കൊടുത്ത് വാങ്ങുന്നു. അവര് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണെന്ന് ഓർത്തോളൂ. നാഗമൊന്നും അവർക്കൊരു വിഷയമല്ല. അപ്പൊ അവര് മേടിച്ചിട്ട് മറിച്ച് വിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് നടക്കുന്നത് ഹിമാചൽ മേഖലയിൽ ഉത്തര കണ്ടത് മീശക്കാരനായ ബംഗാളി അരുൺ. അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആരാ? സിക്കുകാരനായ സാമ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് 3 നാഗങ്ങളുള്ള ലാൻഡ് മണി കൊടുത്ത് വാങ്ങുന്നതാണ്. കണക്ട് ചെയ്യാമേ. ഹിമാചൽ മേഖലയിൽ ഹിമാലയം അത് കടന്നു പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ മേഖലയിൽ എന്നാണ്. അത് മേഘാലയ എന്ന് ഓർത്തോളൂ. ഹിമാലയം കടന്നു പോകുന്നതിൽ ആദ്യം മേഘാലയ. ഉത്തരാഖണ്ഡ് മീശക്കാരനായ ബംഗാളി അരുൺ എന്നാണ്. മീശക്കാരൻ മിസോറാം, ബംഗാളി വെസ്റ്റ് ബംഗാള്, അരുണ് അരുണാചൽ പ്രദേശ്. അല്ലേ? സിക്കുകാരനായ സിക്കിം. സിക്കുകാരനായ സാം അസം. സിക്കുകാരനായ സിക്കിം, സാം, അസം. 3 നാഗങ്ങളുള്ള ലാൻഡാണ് മണി കൊടുത്ത് വാങ്ങിച്ചത്. ത്രിപുര. നാഗങ്ങളുള്ള ലാൻഡ് നാഗാലാൻഡ് മണി കൊടുത്ത് വാങ്ങിയെന്നാണ്. മണിപ്പൂർ. 11 സ്റ്റേറ്റും പഠിച്ചിട്ടുണ്ട്. ഈ കോഡിലൂടെ കണക്ട് ചെയ്ത് വെക്കൂ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനങ്ങൾ തന്നിട്ട് ഇതിലേത് സംസ്ഥാനത്തിലൂടെയാണ് ഹിമാലയം കടന്നു പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിയും. എന്നാൽ യൂണിയൻ ടെറിട്ടറി, ഹിമാലയം കടന്നു പോകുന്ന യൂണിയൻ ടെറിട്ടറിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, യൂണിയൻ ടെറിട്ടറി അല്ലേ, പ്രത്യേക ഇളവുകളൊക്കെ ഉണ്ട്. അവിടെ പോകുന്ന യാത്രക്കാർക്ക് ജാമും ലഡും കൊടുക്കുമെന്ന് ആലോചിച്ചോളൂ. യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് നിങ്ങൾ ഹിമാലയം കാണാൻ വന്നതല്ലേ, ജാമും ലഡും തരൂ എന്ന് ആലോചിച്ചോളൂ. ജമ്മു കാശ്മീർ, ലഡു. നമ്മളെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് ജമ്മു കാശ്മീരിലും ലഡാക്കിലുമാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറി. അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ നമുക്ക് അടുത്ത് ഹിമാലയത്തിന്റെ ലെങ്ത്. ഹിമാലയത്തിന്റെ ലെങ്ത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2400 കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ ലെങ്ത്. ഓർമ്മിച്ചിരിക്കാനായിട്ട് എളുപ്പമുണ്ട്. ആദ്യത്തെ 2 ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാ? ആദ്യത്തെ 2 ഇരട്ട സംഖ്യകള് ഈവൻ നമ്പേഴ്സ്, 2ഉം 4ഉം അല്ലേ, അത് എടുത്തങ്ങ് എഴുതുക. ഹിമാലയത്തിന്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഇരട്ട സംഖ്യകൾ എടുത്ത് എഴുതുക. എന്നിട്ട് ഒരു 00 ആഡ് ചെയ്ത് കൊടുക്കുക. 00. അല്ലേ? ഈ 00 ഹിമാലയത്തിന്റെ 2 കണ്ണെന്ന് ആലോചിച്ചോളൂ. ഈ 2 കണ്ണും വെച്ച് ആദ്യത്തെ 2 ഇരട്ട സംഖ്യകൾ 2, 4. എങ്കിൽ ഹിമാലയത്തിന്റെ ശരാശരി ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6000 ആണ്. 6000 മീറ്റർ ആണ്. അതിന് എളുപ്പമെന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് 2, 4, 00 അല്ലേ, ഈ 2ഉം 4ഉം കൂടെ കൂട്ടിക്കോളൂ, 6. ഈ 2 0 എടുത്ത് അവിടെ ഇട്ടോളൂ, 00, പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി, 6000. അല്ലേ? കണക്ട് ചെയ്യാമേ. അപ്പൊ ലെങ്ത് ആദ്യത്തെ 2 ഇരട്ട സംഖ്യ 2, 4, പിന്നെ ഒരു 00, ഹിമാലയത്തിന്റെ 2 കണ്ണും കൂടെ ആഡ് ചെയ്തോളൂ. ഹൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4ഉം 2ഉം കൂടെ കൂട്ടി 6, ആവറേജ് ഹൈറ്റ് ആണ്. പിന്നെ ഈ 00യും ഒരു 0യും കൂടെ ആഡ് ചെയ്തോളൂ. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ ലെങ്ത് ഏറ്റവും കൂടിയ പർവ്വത നിരകൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻഡീസ് പർവ്വത നിരയാണ്. സൗത്ത് അമേരിക്ക
ഓക്കെ, സൗത്ത് അമേരിക്കയിലുള്ള ആന്റിക്കാണ് ഭയങ്കര നീളം എന്ന് ആലോചിച്ചോളൂ. ഓക്കെ, സൗത്ത് അമേരിക്കയിലുള്ള ആന്റി അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോ ആന്റീസ് പർവ്വതനിരയാണ് ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ഓക്കെ, യംഗസ്റ്റ് മടക്ക് പർവ്വതം ഹിമാലയമാണ് നമ്മൾ നോക്കി. എങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മടക്ക് പർവ്വതം, ഏറ്റവും പഴയ മടക്ക് പർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിൽ തന്നെയുള്ള ആരവല്ലിയാണ്. എങ്ങനെ ചോദിക്കും? പഴയ മടക്ക് പർവ്വതം ആരാ ആരാ ആരാ? ഓക്കെ, അത് ആരുമല്ല, ആരവല്ലി. ആരവല്ലിയെ കുറിച്ച് പഠിക്കുമ്പോൾ ആരവല്ലിക്ക് നരേന്ദ്രമോദിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കരുതിക്കോളൂ. ഓക്കെ, മോഡി രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് ഗുജറാത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം എത്തി നിൽക്കുന്നത് ന്യൂഡൽഹിയിലാണ്. പ്രൈം മിനിസ്റ്റർ ആണ്. ഗുജറാത്തിൽ തുടങ്ങി ന്യൂഡൽഹി വരെ. ആരവല്ലിയും അങ്ങനെ തന്നെയാണ്. ആരവല്ലി എവിടെ നിന്ന് എവിടെ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ടു ഡൽഹിയാണ്. ഗുജറാത്ത് ടു ഡൽഹിയാണ്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഹിമാലയത്തിലൂടെ ഒഴുകുന്ന നദികൾ. ഹിമാലയത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദിയാണ്. ഓക്കെ, എന്നാൽ കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്രയാണ്. ഓക്കെ, അതിനിടയ്ക്കുള്ളത് ഒന്ന് കാളി നദി, നേപ്പാളിയായ കാളി നദി. ഇങ്ങനെ പഠിച്ചോളൂ. നേപ്പാളിയായ കാളി നദി, പിന്നെ ഇന്ത്യക്കാരിയായ ഗംഗാ നദി. ഓക്കെ, അപ്പോ ഹിമാലയത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള പർവ്വതനിര ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നംഗപർവ്വത് എന്ന് പഠിച്ചോളൂ. ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പീക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നംഗപർവ്വത്. ഓക്കെ, എന്നാൽ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള പീക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നംജപർവ. കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മംഗയായ സിന്ധു ആണ്. മംഗയായ സിന്ധു. സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യനെ വെച്ച് കണക്ട് ചെയ്യാം. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമല്ലേ. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത് സൂര്യൻ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ഇതവിടെ ഹിമാലയത്തിൽ കാണുന്നതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മംഗയായ സിന്ധുവിനെയാണ്. മംഗയായ സിന്ധു. അപ്പൊ പടിഞ്ഞാറ് കണക്ട് ചെയ്തോളൂ. മംഗയായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗ നംഗയാണ്. നംഗപർവ പർവ്വതമാണ്. നംഗപർവ്വത അതിൽ സിന്ധു കഴിഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറുള്ള നദിയാണ്. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത് മംഗയായ സിന്ധുവിനെയാണ്. നംഗപർവ അവിടെയുള്ള പർവ്വതം സിന്ധു നദി. ഓക്കെ, അപ്പോ കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഹിമാലയത്തിൽ സൂര്യൻ കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ബ്രഹ്മാവിന്റെ പുത്രനെയാണ്. ആദ്യം സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും നേരെ കാണുന്നത് ബ്രഹ്മാവിന്റെ പുത്രൻ. ഓക്കെ, തിരിഞ്ഞ് അസ്തമിക്കുമ്പോഴത്തേക്കും മംഗയായ സിന്ധു. ഓക്കെ, ബ്രഹ്മാവിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ കിഴക്ക് ഉള്ള നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര. അപ്പോൾ കിഴക്കുള്ള പർവ്വതം ഏത് എന്ന് ചോദിച്ചാൽ പടിഞ്ഞാറ് മംഗയായ സിന്ധു. അതിലെ മംഗ നംഗപർവ്വയല്ലേ, അതുപോലത്തെ വേറൊരു പേരാണ് കിഴക്കിലും നംജപർവ. അതിലെ നംഗ ഇവിടെ വരുമ്പോ നംജയാവും, പർവ ബർവയാവും. അപ്പൊ കിഴക്ക് നംജപർവ ബ്രഹ്മപുത്ര. ഇടയ്ക്കുള്ള നദികൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിയായ കാളി. ഇന്ത്യക്കും നേപ്പാളിനും ഇടയിലൂടെ ഒഴുകുന്നതാണ് നേപ്പാളിയായ കാളിയും ഇന്ത്യക്കാരിയായ ഗംഗയും. ഗംഗ എവിടെയാണ് ഉത്ഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗംഗോത്രി. അപ്പൊ സിന്ധു ഉത്ഭവിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, മാനസരോവർ. അപ്പോ ബ്രഹ്മപുത്രയും മാനസരോവറിൽ തന്നെയാണ്. മാനസരോവറിലെ ചമയോങ് ഡോങ് എന്ന് പറയുന്ന ഗ്ലേസിയറിലാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. ബ്രഹ്മാവിന്റെ മാനസപുത്രന് ചുമയുണ്ട്. ബ്രഹ്മപുത്ര മാനസരോവർ തന്നെയാണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചമയോങ് ഡോങ്. അപ്പൊ സിന്ധു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധുവും മാനസപുത്രി തന്നെയാണ്. പക്ഷെ ചുമയില്ല. സിന്ധുവും മാനസപുത്രി തന്നെയാണ്. സിന്ധു മാനസരോവർ. ഓക്കെ അല്ലേ? അപ്പോ ഗംഗ എവിടെയാണ് ഉത്ഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗോത്രി. കാളി നദി ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ഇടയിലൂടെ ഒഴുകുന്നു. കാളി നേപ്പാളിയാണ് എന്ന് പഠിച്ചോളൂ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹിമാലയത്തിന്റെ 3 ലെയറുകളാണ്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഞാൻ പറഞ്ഞു ആ കൂട്ടിയിടിയുടെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം വന്നത് ഹിമാദ്രിയാണ്. അതുകൊണ്ട് ഹിമാഗിരി എന്ന് പഠിച്ചോളൂ. ഹിമാഗിരി എന്നാൽ ഗ്രേറ്റർ ഹിമാലയ. ഈ ഭാഗത്താണ്. ഓക്കെ, ഇത് വിട്ടല്ല കാണപ്പെടുന്നത്, തുടർച്ചയായിട്ടുള്ള മലനിരകളായിട്ടാണ്. അതാണ് ഗ്രേറ്റർ ഹിമാലയ. ഈ ഹിമാദ്രി ഗ്രേറ്റർ ആണ്. അവിടെ ഉയരം വളരെ കൂടുതലാണ്. ഓക്കെ, ആവറേജ് 6000 ആണ് ഹൈറ്റ്, 6000 മീറ്റർ.
അപ്പോൾ അവിടെ സുഖവാസത്തിനൊന്നും പറ്റിയ സ്ഥലമല്ല. ആള് കടന്നുകൂടുന്നതും ഭയങ്കര പാടാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, ഓക്കെ, നംഗപർവ്വത് പോലെയുള്ള കൊടുമുടികളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ മൗണ്ട് എവറസ്റ്റിലൊക്കെ വളരെ കുറച്ച് ആളുകളെ എത്തിപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലാക്കാമല്ലോ, ടൂറിസ്റ്റുകൾക്ക് പറ്റിയതല്ല. ഓക്കെ, മൗണ്ടൻ ക്ലൈംബിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ് എന്ന് ആലോചിച്ചോളൂ. അപ്പോൾ ഈ ഹിമാലയത്തിനെ നേപ്പാളുകാർ എന്താണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേപ്പാളിൽ കടലൊന്നുമില്ല. അപ്പൊ അവര് ഈ മഞ്ഞൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവര് വിചാരിച്ചു ഇതാണ് കടലെന്ന്. അപ്പൊ അവര് കടലമ്മ എന്നാണ് ഹിമാലയത്തിനെ വിളിക്കുന്നത്. ഓക്കെ, നേപ്പാളുകാര് സാഗർ മാത എന്ന് വിളിക്കുന്ന ഹിമാലയത്തിനെയാണ്. അതെന്താ വിളിക്കുന്നത്? ഇവിടെ കടലൊന്നുമില്ല, ഈ മഞ്ഞൊക്കെ തിര പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ സാഗർ മാത എന്ന് വിളിക്കും. ഓക്കെ, ടിബറ്റുകാര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമില്ല, ഇത് നമ്മളെ ലാമയാണ്. ലാമ യോദ്ധ സിനിമ കണ്ടിട്ടുള്ള അറിയാം, അതില് റംബോച്ച ലാമയാണ്. ഇത് ഞങ്ങളുടെ ലാമയാണ്, ചുമയുള്ള ലാമയാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ചുമന്ന ലാമയാണ് ഇദ്ദേഹം. ആര്? ഹിമാലയം. അപ്പൊ ടിബറ്റിലുള്ളവർ വിളിക്കുന്നത് ചോമോ ലാങ്മ എന്നാണ്. ചോമോ ലാങ്മ, ചുമയുള്ള ലാങ്മ, ചോമോ ലാങ്മ. അപ്പൊ നേപ്പാളുകാർ വിളിക്കുന്നത് ഇത് ഞങ്ങളുടെ സാഗർ മാത എന്നാണ്. ഓക്കെ അല്ലേ? മൗണ്ട് എവറസ്റ്റിന്റെ ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8848 ആണ്. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരം കൂടിയ ഹിമാലയത്തിന്റെ ഭാഗം ഗ്രേറ്റർ ഹിമാലയയാണ്. ഗ്രേറ്റർ ഹിമാലയയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിനെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. മൗണ്ട് എവറസ്റ്റ് 4 നമ്പറാണ്. അതില് 888, മൂന്നാമത്തെ നമ്പർ 8ന്റെ പകുതി 4, 8848. ഒരു 3 8 ഇട്ടോളൂ. ആ മൂന്നാം സ്ഥാനത്ത് 8ന്റെ പകുതിയായിട്ടുള്ള 4 ചേർത്തോളൂ. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത്, എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗ. മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗ. അതിലൊരു ഗംഗയുണ്ട്, ഗംഗയും ഇന്ത്യയിലല്ലേ എന്ന അർത്ഥമുള്ളൂ. അപ്പൊ കാഞ്ചൻജംഗ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമാണ്. അതിന്റെ ഹൈറ്റും പഠിക്കാൻ എളുപ്പമുണ്ട്. 85, അതിന്റെ തൊട്ടടുത്ത നമ്പർ 86. 85, 86. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് K2. ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കി കാരക്കോറം റേഞ്ചിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് K2 അല്ലേ? K2 എന്ന് പറഞ്ഞാൽ 2 K ഉണ്ട്. അതിൽ ആദ്യത്തെ K കാരവും രണ്ടാമത്തെ K കോറം. അങ്ങനെ പഠിച്ചോളൂ. കാരക്കോറം ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്. കാരക്കോറം ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ അത് നന്ദാദേവിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി കാരക്കോറം സ്ഥിതി ചെയ്യുന്ന മൗണ്ട് K2. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി, ഏറ്റവും വലിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗ സിക്കിമിലാണ്. 85, 86. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദാദേവിയാണ്. നന്ദാദേവിയുടെ ഹൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7816. ഇത് ഓർക്കാൻ എളുപ്പമുണ്ട്. 7ലാണ് തുടങ്ങുന്നത്. 7ന്റെ തൊട്ടടുത്ത നമ്പർ 8, 8ന്റെ ഇരട്ടി 16. അപ്പോൾ 7816 ഇങ്ങനെ പഠിച്ചോളൂ. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട സ്പോട്ടുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദാദേവി, നൈനിറ്റാൾ, മസൂറി, അൽമോറ. ഓക്കെ, നന്ദാദേവി, നൈനിറ്റാൾ, മസൂറി, അൽമോറ എന്നിവ ഉത്തരാഖണ്ഡിൽ ആണ്. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. നന്ദാദേവിയെ ഉത്തര കണ്ടത് നൈറ്റ് ആണ്. മനസ്സ് വിറച്ചപ്പോ കണ്ടോടനെ മനസ്സ് വിറച്ചു, അലമുറ ഇട്ടു. ഓക്കെ, നന്ദാദേവിയെ ഉത്തരാഖണ്ഡ് നന്ദാദേവി. നൈറ്റ് ആണ് നൈനിറ്റാൾ. ഓക്കെ, കണ്ടോടനെ മനസ്സ് വിറച്ചു, മസൂറി. എന്നിട്ട് എന്താ ചെയ്ത്? അലമുറ ഇട്ടു, അൽമോറ. ഓക്കെ അല്ലേ? കണക്ട് അല്ലേ? ഓക്കെ, അപ്പൊ കാരക്കോറത്തിന്റെ ഹൈറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8611 ആണ്. 8611, 8611 കാരക്കോറത്തിന്റെ ഹൈറ്റ്. കാരക്കോറത്തിന്റെ അല്ല, മൗണ്ട് K2. കാരക്കോറത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് K2ന്റെ ഹൈറ്റ് എത്രയെന്ന് വെച്ചാൽ 8611. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് ഹിമാദ്രി കഴിഞ്ഞു. ഗ്രേറ്റർ ഹിമാലയ. അതിന്റെ തൊട്ട് താഴെയുള്ള വേറെ ഹിമാലയത്തിന്റെ രണ്ടാമത്തെ ലെയറാണ് ഹിമാചൽ. അത് ഹിമാദ്രിയെക്കാളും ലെസ് ആണ്. അപ്പോൾ ലെസർ ഹിമാലയ. ഓക്കെ, ഇവിടെ സുഖവാസ കേന്ദ്രങ്ങൾക്ക് ഭയങ്കര ഫേമസ് ആണ്.
ഓക്കെ, ഇതിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6000 ആണെങ്കിൽ അതിന്റെ നേരെ പകുതിയായി കുറയും, 3000 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെയുള്ള എന്താണ് സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളു, മണാലി, കാംഗ്ര വാലി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാലയത്തിന്റെ ഓക്കെ, ഗ്രേറ്റർ ഹിമാലയയുടെയും ലെസർ ഹിമാലയയുടെയും ഹിമാദ്രിയുടെയും ഹിമാചലിന്റെയും ഇടയിലുള്ള ഭാഗത്താണ് ഈ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത്. കുളു, മണാലി, കാംഗ്ര. അതില് കുളു എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നു. കുളു ദൈവങ്ങളുടെ താഴ്വര, കേട്ടാൽ തന്നെ അറിയില്ലേ, ദൈവങ്ങളുടെ താഴ്വരയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ പുളു അടിക്കല്ലേ, പുളു പുളു പുളു. അപ്പോ ദൈവങ്ങളുടെ താഴ്വര കുളു, പുളു അല്ല, അത് കുളുവാണ്. ഓക്കെ, മലാന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഈ കുളുവിലാണ്. കുളുവിലെ പാർവതി വാലിയിലാണ് മലാന വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. വില്ലേജ് ഓഫ് ടബൂസ്, വിലക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മലാന വില്ലേജ് ആണ്. കാരണം അത് ഐസൊലേറ്റ് ആയി കിടക്കുന്ന ഒരു പ്രദേശമാണ്. മലാന ക്രീം എന്ന് പറയുന്ന ഒരു കഞ്ചാവിന്റെ ഒരു ഹാഷിഷ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലീഗലാണ്. ഓക്കെ, അത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരുഞ്ചോനയുടെ ചെടിയുണ്ടല്ലോ, അതിനെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ബോള് പോലെ ആക്കി അതിനെ വിൽക്കുന്നു. അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം 1985 ഇന്ത്യയിൽ വിലക്കിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ മലാന വില്ലേജ് അതുകൊണ്ടൊക്കെയാണ് അവിടെ ആൾക്കാര് കൂടുതലായിട്ട് പോകുന്നു. അതുകൊണ്ട് അതിനെ വിലക്കുകളുടെ നഗരം, വില്ലേജ് ഓഫ് ടബൂസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, നാർക്കോട്ടിക്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന 1985 അത് പ്രകാരം ഇന്ത്യയില് കഞ്ചാവൊക്കെ വിലക്കിയതാണ്. ഓക്കെ, അവിടെയുള്ള ആൾക്കാർക്ക് വേറെ പ്രത്യേകതയുണ്ട്, അവരാരെയും തൊടത്തില്ല. നമ്മൾ അവിടെ പോയിട്ട് ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ പോലും കടയിൽ അവര് സാധനം എടുത്ത് തറയിൽ വെക്കും, നമ്മൾ അത് എടുത്തിട്ട് കാശ് തറയിൽ വെക്കണം. അവരാരുമായിട്ടും ഡയറക്റ്റ് ടച്ച് ഇല്ല. അത് മാത്രമല്ല, അവരുടെ കല്യാണമാണെങ്കിലും എല്ലാം ആണെങ്കിലും അവിടെയുള്ള നാട്ടുകാർ മാത്രമേ പോകാവൂ. അവിടെയുള്ള ക്ഷേത്രങ്ങളിലോ ഒന്നും പുറത്തുള്ള ആൾക്കാർ അലൗഡ് അല്ല. ഓക്കെ, അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്ന വിലക്കപ്പെട്ട സ്ഥലമാണ് എന്ന് ആലോചിച്ചോളൂ. അത് മാത്രമല്ല, ലോകത്തിൽ കനാഷി ലാംഗ്വേജ് സംസാരിക്കുന്ന ഏക ജനങ്ങളുള്ളത് അവിടെയാണ്. കനാഷി ലാംഗ്വേജ് ഓൾമോസ്റ്റ് 2000 പീപ്പിൾസിനടുത്തേ അവിടെ ഉള്ളൂ. അവർ സംസാരിക്കുന്നത് കനാഷി ലാംഗ്വേജ്. മലാന ആരെയും തൊട്ടത്തില്ല, അവർക്ക് ഭയങ്കര കനമായിരിക്കും. അപ്പോൾ കനാഷി ലാംഗ്വേജ് ആണ്. ആരെയും തൊടത്തില്ല, നോ ടച്ചിങ്. അവർക്ക് ഭയങ്കര കനമാണ്, മസിൽ വെയിറ്റ് ഒക്കെ ഇട്ട് അവരിങ്ങനെ നിൽക്കും. ഓക്കെ അല്ലേ? അപ്പോ പിന്നെ ഈ ഹിമാദ്രി കഴിഞ്ഞ ഹിമാചലിൽ വരുമ്പോഴത്തേക്കും ഇത് സുഖവാസ കേന്ദ്രമാണ്. ഇവിടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഈ സുഖവാസ കേന്ദ്രങ്ങളിലാണെങ്കിൽ ഈ മലമുകളിലുള്ളതിൽ ഹിമാചലിലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടില്ല, അവിടെ കൂടുതലായിട്ട് വളരുന്ന മരങ്ങൾ ഏതൊക്കെ കഴിഞ്ഞാൽ ഈ പൈന്, ദേവദാരു, ഓക്ക് പോലുള്ള മരങ്ങളായിരിക്കും അവിടെ കൂടുതൽ. അത് ഇങ്ങനെ കോണ് പോലെ കൂർത്തിരിക്കുന്ന മരങ്ങളാണ്. അത് ജിംനോസ്പേം ആണ്, അതിൽ കോണിഫർ വിഭാഗത്തിൽ പെട്ടതാണ്. ജിംനോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡുകളുള്ള മരങ്ങളാണ്. അതിൽ ഈ നേക്കഡ് സീഡ് ഉള്ളവയാണ് കോണിഫർ. നിങ്ങൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അതിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ രുദ്രാക്ഷം പോലത്തെ നേക്കഡ് ആയിട്ടുള്ള സീഡുള്ള വിത്തുകളായിരിക്കും അതിന്. അത് മാത്രമല്ല, അതിങ്ങനെ സ്തൂപം പോലെ കോണ് പോലെ വളരുന്ന ചെടികളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ കോണിഫറസ് ഫോറസ്റ്റ് എന്ന് പറയുന്നു. സ്തൂപികാഗ്ര വനങ്ങൾ, സ്തൂപം പോലെ അഗ്രമുള്ള വനങ്ങളാണ് ഈ ഭാഗത്ത്. അവിടെ ഏറ്റവും കൂടുതൽ വളർന്ന ഏതാണ്? പൈന്, ദേവദാരു, ഡിയോഡാർ, ഓക്ക്. ദേവദാരു പാകിസ്ഥാന്റെ ദേശീയ വൃക്ഷമാണ്. ഇന്ത്യയുടെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരാൽ. ഓക്കെ അല്ലേ? ഇപ്പൊ ഹിമാചലിൽ നിന്ന് ഇത്രയാണ് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ മൂന്നാമത്തെ റേഞ്ച് ആയിട്ടുള്ള മലനിരയായിട്ടുള്ള ഹിമാലയത്തിന്റെ മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള ശിവാലിക്. ശിവന്റെ തിരുമുടി. ആ മുടി പക്ഷെ അത്ര സ്ട്രോങ് അല്ല, ഫുള്ള് കല്ലാണ് എന്ന് ആലോചിച്ചോളൂ. സ്ഥിരം വന്നിട്ട് ഈ കല്ലിടിച്ചിലൊക്കെ ഉണ്ടാവുന്നത് ശിവാലിക്കിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഗ്രേറ്റർ ഹിമാലയം ഉണ്ടാകുമ്പോഴത്തേക്കും ഗ്രേറ്റർ ഹിമാലയത്തിന്റെ നട്ടെല്ലാണ്, അത്രയും സ്ട്രോങ് ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്നത് പിന്നെ ഹിമാചലാണ്. അത്രയും സ്ട്രോങ് അല്ലെങ്കിലും സ്ട്രോങ് ആണ്, എങ്കിലും വിട്ടാണ് ഹിമാചല് കാണപ്പെടുന്നത്. ഹിമാലയ മലനിരകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഗ്രേറ്റർ ഹിമാലയ ഇടവിടാതെ എങ്ങനെ ത്രൂ ആയിട്ട് പോകുന്നുണ്ട്. ഹിമാചൽ ആണെന്നുണ്ടെങ്കിൽ വിട്ട് എന്നാൽ പിന്നെയും സ്ട്രോങ് ആണ്. തീരെ സ്ട്രോങ് അല്ലാത്തത് ശിവാലികയാണ്. അത് ഒരുപാട് വിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കല്ലിടിച്ചില് സ്ഥിരം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ശിവാലികിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഷിംല. ഓക്കെ, ഹിമാചൽ പ്രദേശിന്റെ ആസ്ഥാനമായിട്ടുള്ള ഷിംല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ശിവാലിക്. ഏറ്റവും പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞതും വിട്ടുവിട്ടുള്ള പർവ്വതനിരയാണ്. അതുകൊണ്ട് തന്നെ കല്ലിടിച്ചിൽ നിരന്തരമായി ഇവിടെ ഉണ്ടാകും. ഓക്കെ. എന്നാൽ ഹിമാലയൻ പർവ്വതനിരകളിൽ ഏറ്റവും പ്രായം കൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാദ്രിയാണ്. കാഠിന്യം കൂടിയത് ഹിമാദ്രിയാണ്. ഹിമാലയൻ മലനിരകൾ അവസാദ ശിലകളിൽ നിർമ്മിതമായതാണ്. എന്നാൽ അതിന്റെ അകക്കാമ്പ് ഗ്രാനൈറ്റ് ആണ്. ഞാൻ പറഞ്ഞു, ഫലകങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന ഗ്രാനൈറ്റ് പൊന്തി വന്നു, അവസാദങ്ങളുമായി ചേർന്ന് അവസാദ ശിലകളായി മാറി. ഇപ്പോഴും ഈ ഫലകങ്ങൾ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുന്ന ഫലമായിട്ട് മുകളിലോട്ട് പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഈ ശിവാലിക് ഭാഗത്ത്, ഹിമാലയത്തിലെ ശിവാലിക് ഭാഗത്തു നിന്നുള്ള മണ്ണിടിച്ചിലിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. അതിന്റെ തൊട്ട് താഴെ കല്ല് കൊണ്ട് ഭാബർ ഉണ്ടാകുന്നു. ഓക്കെ. ആ ഇടിഞ്ഞു പോകുന്ന മണ്ണുണ്ടല്ലോ, അത് താഴത്തെ സമതലത്തിലോട്ട് പോയി ഭാരമുള്ള കല്ലുകൾ കൊണ്ട് ബാബർ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ കല്ലുകൾ പൊടിഞ്ഞ് ചതുപ്പായി തറയിലോട്ട് വരും. ടെറായ് ഈ ഭാഗമാണ്. അത് ചതുപ്പാണ്. കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉള്ള ചതുപ്പ് സ്ഥലമാണ്. കല്ലിടിഞ്ഞ് തറയിൽ വന്നു. ഭാരമുള്ള കല്ല് തറയിൽ വരുമ്പോഴത്തേക്കും ചേറായി. വീണ്ടും ഇതിൽ നിന്നും രൂപം കൊള്ളുന്ന അലുവിയൽ സോയിൽസ് ആണ്. ഓക്കെ. ഭങ്കറും ഖാദറും. ബാബറിന്റെ തറയിൽ ഭങ്കറും ഖാദറും. ഓക്കെ. ബാബറിന്റെ തറയിൽ ഇരുന്നത് ആരൊക്കെയാ? ഭങ്കറും ഖാദറും. അതില് ബാബർ എന്ന് പറഞ്ഞാൽ ഭാരമുള്ള കല്ലുകളാണ്. തറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേറാണ്. അപ്പോ ടെറായ് ചേറാണ്. ഓക്കെ. ബങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുവിയൽ സോയിലിൽ ഇവിടെ നിന്ന് വീണ്ടും അലുവിയൽ സോയിൽ ഉണ്ടാവും. ആദ്യം ഫോം ചെയ്യുന്നത് ബങ്കറാണ്. വീണ്ടും അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഫോം ചെയ്യുന്നത് ഖാദർ. ദാ ഇവിടെ ജലമുണ്ട്, ജലത്തിന്റെ അടിയിൽ പോയി ഇവിടെ ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ അലുവിയൽ സോയിൽ ഫോം ആവും. ഈ അലുവിയൽ സോയിലാണ് നെൽകൃഷിക്ക്, ഗോതമ്പ് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുവിയൽ സോയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം അലുവിയൽ സോയിലാണ്. ഓക്കെ. നമ്മുടെ ഉത്തരേന്ത്യൻ പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അലുവിയൽ സോയിലാണ്. ഓക്കെ. അത് നമുക്ക് ഉത്തര മഹാസമതലം പഠിക്കുമ്പോൾ, മണ്ണിനങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഹിമാലയത്തിന് നമുക്ക് 4 ആയിട്ട് തിരിക്കാം. അതിൽ പഞ്ചാബ് ഹിമാലയ, കുമയൂൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ എന്നിങ്ങനെ 4 ഭാഗങ്ങൾ ഉണ്ട് എന്ന് ആലോചിച്ചോളൂ. അത് നദികൾക്കിടയിൽ, ഏതൊക്കെ നദികൾക്കിടയിലുള്ള ഹിമാലയത്തിന്റെ ഭാഗം വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം സ്ഥിതി ചെയ്യുന്ന നദി സിന്ധു ആണ്. സിന്ധുവിനും സത്ലജിനും ഇടയിലുള്ള ഹിമാലയത്തിന്റെ പോർഷനെ വിളിക്കുന്നത് പഞ്ചാബ് ഹിമാലയ എന്നാണ്. ഓക്കെ. എന്നാൽ ആ സത്ലജിൽ തുടങ്ങി നേപ്പാളിയായ കാളി വരെ നീങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഹിമാലയത്തിന്റെ ഭാഗം കുമയൂൺ ഹിമാലയാണ്. ഓക്കെ. എങ്കിൽ ആ കാളിയിൽ നിന്നും ടീസ്റ്റ വരെയുള്ള ഭാഗം, ടീസ്റ്റ സിക്കിമിലാണ്. ഇന്ത്യയുടെ ഭൂപടത്തില് സിക്കിമും കുറച്ചിങ്ങനെ മുകളിലോട്ട് തള്ളി നിൽക്കുന്നതായിട്ടാണ് നോക്കിയാൽ മതി. നോർത്ത് ഈസ്റ്റിലോട്ട് കയറുന്നതിന് മുന്നേ സിക്കിമിൽ നോക്കുമ്പോഴത്തേക്കും മുകളിലോട്ട് തള്ളി നിൽക്കുകയാണ് ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ കൈവഴിയാണ് ടീസ്റ്റ. ആ തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒഴുകുന്നതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുക്കിൽ ഒഴുകുന്ന നദി ടീസ്റ്റയാണ്. അപ്പോ നേപ്പാളിയായ കാളിയിൽ നിന്നും ടീസ്റ്റ വരെയുള്ള ഭാഗം സെൻട്രൽ ഹിമാലയ ആണ്. ഓക്കെ. എങ്കിൽ ഈസ്റ്റേൺ ഹിമാലയ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലോട്ട് പോവാം. അതിൽ ഏറ്റവും ഈസ്റ്റിലുള്ള ഭാഗം ബ്രഹ്മപുത്രയാണ്. ആ ടീസ്റ്റ വഴി, സിക്കിമിലെ ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് ഈസ്റ്റേൺ ഹിമാലയ. ഓക്കെ അല്ലേ? ഓർത്തിരിക്കാനായിട്ട് എളുപ്പമല്ലേ? അപ്പോ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.